ഹായ് ഹലോ നമസ്കാരം. നമ്മൾ ഇന്ന് വൈകുന്നേരം ഇപ്പോൾ വെറുതെ കടമ്പക്കുടി വരെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. നമ്മൾ ഹൈക്കോടതിയിൽ അവിടെ നിന്നാണ് ഇറങ്ങിയത്. ഏകദേശം ഇവിടുന്ന് ഒരു 12 കിലോമീറ്ററാണ് കടമ്പക്കുടിയിലോട്ട് കാണിക്കണത്. അപ്പോൾ ഒന്ന് ഞാനും റഷ്യയും കൂടെയാണ് പോകാൻ പോകുന്നത്. നല്ല ക്ലൈമറ്റ് അല്ല, അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. എന്നാലും പതിയെ നമ്മളങ്ങ് പോകാൻ പ്ലാൻ ചെയ്തു. ചെന്നൈയിൽ മറ്റേ ചുഴലിക്കാറ്റുള്ളതുകൊണ്ട് അത്യാവശ്യം മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ റെയിൻകോട്ടൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ മാപ്പ് നോക്കി ലെഫ്റ്റ് എടുത്താൽ മതി കൊണ്ട് ഞങ്ങൾ നൈസായിട്ട് ലെഫ്റ്റ് എടുത്തു. ഈ പാലത്തിൻ്റെ ലെഫ്റ്റിനും റൈറ്റിലും ചീനവലയൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. ആൾക്കാർ അത്യാവശ്യം അവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണുന്നുണ്ടായിരുന്നു. പാലത്തിൻ്റെ പണി കുറച്ച് അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ നടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയ വഴിയിലൂടെ ഡീവിയേറ്റ് ചെയ്താണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയത്. നമ്മളങ്ങനെ പിഴല എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. നമുക്കത് ആ വള്ളത്തിൽ കയറി വണ്ടി അപ്പുറത്തോട്ട് കൊണ്ടാണ്. വണ്ടിയാണ് കടമ്പൂരിക്ക് പോകുന്നത്. സത്യം പറഞ്ഞാൽ കടമ്പക്കുടിക്ക് പോകണമെങ്കിൽ ഇങ്ങനെ ജങ്കാറ് കയറേണ്ട വരുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. വരാപ്പുഴ പാലം റൂട്ട് വരുമ്പോൾ നേരെ റോഡ് വഴിയാണ് റൂട്ട്. ഇങ്ങനെ ഒരു ജങ്കാറുള്ള കാര്യം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ടിക്കറ്റ് എടുക്കണം. ഒരു വണ്ടിക്കും രണ്ടാൾക്കൂടി 20 രൂപയാണ് ഈ നമ്മൾ ജങ്കാറ് കയറുന്നതിന്. കുറച്ച് വണ്ടി കൂടി വന്നിട്ടായിരിക്കും പോകുള്ളൂ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം ടിക്കറ്റൊക്കെ എടുത്തിട്ട്. ഗൂഗിൾ പേ ഉണ്ട്. നമ്മൾ ഗൂഗിൾ പേ ഇല്ലാന്നുള്ളത് ടെൻഷനായിരുന്നു. ഗൂഗിൾ പേ ഉണ്ട്. എത്രയാടാ വണ്ടി ഉൾപ്പെടെ? ചേട്ടനോട് പൈസ വെച്ചു. ചേട്ടാ ഗൂഗിൾ പേ ചെയ്ത് തരാം, പൈസ ഉണ്ടെന്ന് ചോദിച്ചു. ഗൂഗിൾ പേ ഉണ്ട്, ടെൻഷൻ അടിക്കുന്ന വേണ്ട. നമുക്ക് എന്തിനാ അത്രയും ടെൻഷനാണ്. ഇത് പിന്നെ റിട്ടേൺ 7 മണി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. 7 മണിക്ക് മുമ്പ് നമ്മൾ തിരിച്ചവിടെ എത്തണം. അപ്പുറത്ത് ചെന്ന് കഴിഞ്ഞാൽ ടി വി കാണാം, വേറെ വഴിയുണ്ട്. Why are you disturbing my peace? ചേട്ടനല്ല ബോട്ടിൽ പോകുന്നത്. കണ്ടിട്ട് നമ്മുടെ നാട്ടുകാരനല്ല. വണ്ടി നീങ്ങി തുടങ്ങി. ചേട്ടനെ ഓടിക്കാണ്. അധികം ദൂരമൊന്നുമില്ല. വളരെ ചെറിയ ദൂരം മാത്രമുള്ളൊരു ജങ്കാറാണ്. നമ്മൾ പെട്ടെന്ന് എത്തി അപ്പുറത്ത്. ഇവിടെ സർവീസ് വൈകിട്ട് 7 മണി വരെ ഉള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ തിരിച്ച് ഈ റൂട്ടാണ് വരുന്നതെങ്കിൽ 7 മണിക്ക് മുമ്പ് തിരിച്ചെത്തണം. വഴിയാണ്. ഇവിടെ ഇങ്ങനെ കായലും ഇടയ്ക്ക് ഇങ്ങനെ ബണ്ടും ആയിട്ട് പ്രകൃതി രമണീയതമായ സ്ഥലം. കായലിൽ മറ്റേ ഈ ഒരു നീലപ്പൂവില്ലേ, പേരറിയത്തില്ല, അതിങ്ങനെ പൂത്ത് കാണാൻ നല്ല രസമാണ്. വഴി ഇങ്ങനെയൊക്കെ തന്നെയാണ്. നല്ല രസമാണ്. കടമ്പക്കുടിയിലോട്ട് പോണ വഴിയാണ്. നമ്മൾ ആ ജങ്കാറ ഇറങ്ങിയിട്ട് ഇങ്ങനെ കയറിയതാണ്. ക്യാമറ കാണുമ്പോൾ ഒരു രസം തോന്നുന്നുണ്ടാവില്ല, പക്ഷേ ഇവിടെ നേരിട്ട് കാണാൻ ഭയങ്കര രസം. ഇത് ഓർമ്മയായിട്ടൊക്കെ കുറേ കാണുമ്പോൾ ഭയങ്കര രസമാണ്. നോക്ക്, ഇവിടെയൊക്കെ നോക്ക്. അവിടുത്തെ കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ എന്നിട്ടത് ഈ റോഡ് സൈഡ് വ്യൂ ആണ്. 2 സൈഡിലും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഭയങ്കര രസമാണ് ഇവിടെ. ഇവിടെ ഒരു സ്ഥലത്ത് വെള്ളം ഇല്ലാത്ത സമയത്തൊക്കെ ഇവിടെ പാടമാണെന്നാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഇറങ്ങി നടക്കാനൊക്കെ പറ്റുമെന്ന്. പക്ഷെ വെള്ളം കയറി കിടക്കുമ്പോൾ ഭയങ്കര രസമാണ്. റോഡ് സൈഡിൽ കച്ചവടവും അങ്ങനെയൊക്കെ ആയിട്ട്. ചെറുതായിട്ട് മഴക്കോളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് സൺസെറ്റ് വ്യൂ അത്ര ക്ലിയർ അല്ല. എന്നാലും കാറ്റൊക്കെ അടിച്ചിട്ട് എപ്പോഴും നല്ല കാറ്റാണ്. ഭയങ്കര ഒരു വൈബ്, രസമാണ് ഇവിടെ വന്നിരിക്കാൻ. ഭയങ്കര രസമുണ്ട്. അങ്ങ് ദൂരോട്ടുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമാണ്. പക്ഷെ നമുക്കൊരു ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നിയ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ പ്ലാസ്റ്റിക് ആൾക്കാർ ഇങ്ങനെ ഈ വെള്ളത്തിലോട്ട് വലിച്ചിടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇങ്ങനെ ഓരോ പാക്കറ്റ് കവറുകളും കുപ്പി വെള്ളങ്ങളും ഐസ്ക്രീമിൻ്റെ കവറുകളും. അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. ആളുകൾ അത് അവിടെ വേസ്റ്റ് ഇടാനുള്ള സൗകര്യം ഇല്ലാഞ്ഞിട്ടാണോ എന്ന് അറിയാൻ മേലെ. എന്തായാലും അതൊരു ബാഡായിട്ട് തോന്നി. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ട് കാഴ്ചയൊക്കെ.
ഇവിടുത്തെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ പാടവരമ്പത്തോടെ ഇങ്ങനെയുള്ള നടപ്പാണ്. പാടത്തിൻ്റെ രണ്ട് സൈഡിലും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് അതൊരു വെറൈറ്റി നടത്തായിരിക്കും. ഈ ബണ്ടിൻ്റെയൊക്കെ മുകളിലാണ് നമ്മൾ പോകുന്നത്. ധാരാളം ഫോട്ടോഷൂട്ടിനൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഓരോ പക്ഷികളൊക്കെ ഇരിപ്പുണ്ട്. ദേശാടന പക്ഷികളൊക്കെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊരു 14 ദ്വീപുകൾ ചേർന്നൊരു സ്ഥലമാണ് ഈ കടമക്കുടി എന്ന് പറയുന്നത്. അതുകൊണ്ട് ചുറ്റിനും വെള്ളമാണ്. ഇങ്ങോട്ട് വണ്ടികൾ കൂടുതൽ വരുന്നതിനേക്കാളും ആൾക്കാർ വള്ളത്തിനൊക്കെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. ഫോട്ടോഷൂട്ടിനൊക്കെ ആൾക്കാർ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ബോറടിക്കാത്തൊരു നടത്താണ്. ഇതിൻ്റെ അങ്ങേ അറ്റം വരെ ആൾക്കാർ നിൽക്കുന്നതാണ് ഇങ്ങനെ. ഇവിടെ ഇരുന്നാലോ കുറച്ച് നേരം? കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിട്ട് എവിടെയും കുറച്ച് നേരം വൈബ് അടിച്ചിരിക്കാം. ഇതാണ് കുളവാഴയുടെ പൂവ്. ഇതിങ്ങനെ കുറേ ഉണ്ടായി കിടക്കുന്നതാണ് നല്ല രസമുണ്ട്. പക്ഷെ അടുത്തെന്ന് നോക്കുമ്പോൾ ഓരോന്നോരോന്ന് നോക്കുമ്പോൾ രസമില്ല. പക്ഷെ ദൂരത്തിങ്ങനെ കിടക്കണം, പരന്ന് കിടക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട്. സൺസെറ്റ് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കപ്പിൾസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ ഇങ്ങനെ കുറേ ദൂരം നടക്കാം. കയാക്കിങ്ങിനൊക്കെ സൗകര്യമുണ്ട്. കയാക്കിങ്ങിൻ്റെ കുറച്ച് സ്ഥലം നമ്മളവിടെ കണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയില്ല. പാടം, കായൽ, കാറ്റ്, ഞണ്ട് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഇത് കണ്ടില്ലേ നമ്മുടെ മറ്റേ മഞ്ജുവാരുടെ സിനിമയ്ക്കകത്തുള്ള ബണ്ട്, അതുപോലെ ബണ്ട് കിട്ടിയിട്ടുണ്ട്. കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി വെള്ളം തടഞ്ഞു വയ്ക്കാൻ വേണ്ടിയില്ലേ ബണ്ട് കിട്ടും. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ ഈ അജ്ജ് വരെ വന്നിട്ട് ഇനി തിരിച്ചു പോകാന്നുള്ള പ്ലാനെത്തി കുറേ ദൂരം നടന്നു. അങ്ങനെ കുറേ ദൂരം നടന്നതിന് ശേഷം നമ്മളിവിടെ വന്നിരുന്ന് ഒരു കട്ടൻ ചായയും പരിപ്പോടിയും കഴിക്കാൻ തീരുമാനിച്ചു. അടിപൊളി കട്ടൻ പരിപ്പട, മൊരിഞ്ഞ പരിപ്പട. ഈ കടയിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. അവിടെ ഒരു പാട്ടൊക്കെ വെച്ച് നല്ല വൈബ് കടയാണ്. പിന്നെ നമ്മൾ കപ്പ വാങ്ങിച്ചു. കപ്പയും കരിമീൻ കറിയും 180 രൂപയായി. പക്ഷേ കൊള്ളാം, നല്ല ടേസ്റ്റ്. കപ്പയും കരിമീൻ കറിയും ഇവിടുന്ന് കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് ഓർത്ത് വാങ്ങിച്ചതാണ്. പക്ഷെ അത് നഷ്ടമല്ല, കൊള്ളായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടുന്ന് പോകാൻ തുടങ്ങുവാണ്. ഏകദേശം സൂര്യനില്ലാത്തതുകൊണ്ട് ചെറിയൊരു മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷേ മഴ പെയ്തില്ല എന്നുള്ളത് കൊണ്ട് അതും സൂപ്പറായി. എന്തായാലും നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു അവിടെ.